മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ നരേന്ദ്രമോദി പരാമർശിച്ചാൽ നരേന്ദ്രമോദി കുറ്റക്കാരനാണ് എന്നുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളുള്ളവരും എന്ന് ഇദ്ദേഹം പറയുന്നത് ആരെയാണ്? നുഴഞ്ഞുകയറ്റക്കാരെയും കൂടുതൽ കുട്ടികളുള്ളവരെയും തന്നെയാണ്. അതിനെന്തിനാണ് ദുർവ്യാഖ്യാനം കൊടുക്കാൻ പോകുന്നത്? അതാരാണ്? അല്ല, അത് ആരുമായിക്കോട്ടെ, അത് ആര് തന്നെയാണെങ്കിലും മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ്. അല്ല, അത് നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്, ഞങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല. മൻമോഹൻ സിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞതെന്ന്. മൻമോഹൻ സിംഗ് നുഴഞ്ഞുകയറ്റക്കാരെയും കൂടുതൽ കുട്ടികളുള്ളവരെയും കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? അതായത് വ്യക്തമായിട്ടാണ് പറഞ്ഞത്, നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ. അത് നുഴഞ്ഞുകയറ്റക്കാരുമാണ്, കൂടുതൽ കുട്ടികളുള്ളവരുമാണ്. അത് ആരാണെന്ന് ചോദിക്കുക. അതിന് വ്യക്തത വരുത്തിയാൽ എന്താണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ? മൻമോഹൻ സിംഗ് പറഞ്ഞതല്ലോ നിങ്ങൾ പറഞ്ഞത്. മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞില്ല. മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗ് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഞങ്ങളത് കോട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊന്നും മൻമോഹൻ സിംഗ് പറയാത്ത കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ ആരാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ? ആരാണ് ഈ കൂടുതൽ കുട്ടികളുള്ളവർ? കൂടുതൽ കുട്ടികൾ എന്ന് വെച്ചാൽ മോദിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട BJP നേതാക്കൾ പല ആളുകൾക്കും അര ഡസനിലോ അതിൽ കൂടുതലോ സിബ്ലിങ്സ് ഉള്ള സഹോദരങ്ങളുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മൊത്തം എടുത്തല്ലോ ഒരുപാട് കുട്ടികളുള്ള ആൾക്കാരിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആരെയാ മോദി ഉദ്ദേശിക്കുന്നത് പറയാമോ? കൃത്യമായിട്ട് പറയാം. കൂടുതൽ കുട്ടികളുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കുട്ടികളുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. നുഴഞ്ഞു കയറിയിട്ടുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് പറഞ്ഞതല്ലേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞത്? മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കൂടിച്ചേർക്കുന്ന ആരെയാണ്? അല്ല, ഞാൻ മറുപടി വേണോ? ഞാൻ പറഞ്ഞോട്ടെ. മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗ് പറഞ്ഞത് അതീവ ഗുരുതരവും അപകടകരവുമായ കാര്യമാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് ആദ്യത്തെ അവകാശി, മുഖ്യ അവകാശി മുസ്ലിമാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. നരേന്ദ്രമോദി എനിക്ക് അതിനകത്ത് വിശദീകരണം വേറെ ഉണ്ട്. അതെനിക്ക് എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗ് അത് പറഞ്ഞത്? ആ ഒരൊറ്റ വാക്ക് അടർത്തിയെടുക്കുകയല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ദീർഘമായിട്ടുള്ള പ്രസംഗമാണ്. കൃഷി, ജലസേചനം, ജലസ്രോതസ്സുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക നിക്ഷേപം, ഈ കാര്യത്തിലൊക്കെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. സംവരണം എന്ന ആശയത്തെ മുൻനിർത്തി കൂടി അദ്ദേഹം സംസാരിക്കുകയാണ്. വിഭവങ്ങളുടെ തുല്യമായ പങ്കാളിത്തം കിട്ടാതെ പുറംപോക്കുകളിൽ എറിഞ്ഞു പോയ മനുഷ്യർ, അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് കൂടി വിഭവങ്ങൾ അവകാശമുണ്ടാവണം. ഇക്കാലം അത്രയും പിന്നിൽ സഞ്ചരിച്ച് അവരെ നമുക്കൊപ്പം ചേർക്കുന്നതിന് നിലവിലെ വിഭവങ്ങളിൽ അവർക്ക് ആദ്യാവകാശം കൊടുക്കേണ്ടി വരും. അദ്ദേഹം ഈ പറയുന്ന പ്രത്യേക പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾക്കൊരു പോർഷൻ മാത്രം മതി. അതിന്മേൽ നമ്മൾ സംസാരിച്ചാൽ എവിടെ എത്തില്ല. കാരണം ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ പറയുന്ന കാര്യവും വേറെ വേറെ ആയിരിക്കും. എൻ്റെ ചോദ്യം, നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പറയുന്നവർ, കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറയുന്നത് എന്തിനാണ്?